Good evening, all. Yes, first of all തന്നെ എല്ലാവരോടും ഒരു റിയലി സോറി. കാരണം 1 മണിക്കുണ്ടായിരുന്ന ക്ലാസ് ആയിരുന്നു. പക്ഷെ വരാനായിട്ട് ഒരു അത്യാവശ്യ ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് കുറച്ചധികം ഒന്ന് ഡിലേ ആയിപ്പോയി. എല്ലാവരും വെയിറ്റ് ചെയ്തു. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ആൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്തതിൽ വളരെയധികം സന്തോഷം. അപ്പൊ എന്റെ പേര് അർജുൻ എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് സിലബസിലുള്ള, ഐ തിങ്ക് എല്ലാവർക്കും ഓഡിബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചോദിക്കാനായിട്ട് വിട്ടുപോയി, ഇച്ചിരി ധൃതിയിലായിപ്പോയി. യെസ്, ഓക്കെ, താങ്ക് യു. അപ്പോ ആണെന്നുണ്ടെങ്കിൽ നെറ്റിലേക്ക് തന്നെ ഏറ്റവും ചെറുതായിട്ട്, ഏറ്റവും ഷോർട്ട് ടോപ്പിക്സ് ഉള്ള ഒരു കവർ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സബ്ജക്ട് കവർ ചെയ്യുമ്പോൾ ഉദ്ദേശിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എൻറ്റയർ ചില ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചില ടോപ്പിക്കുകൾ ചില ഏരിയയിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ബിസിനസ്സിലും അതേപോലെ തന്നെ വേറെ കുറച്ച് ക്യാപിറ്റൽ മാർക്കറ്റിംഗിന്റെ ഏരിയയിലും വരുന്നുണ്ട്. അത് ഓൾറെഡി ചില ക്ലാസ്സുകൾ ദീപക് സാർ കവർ ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ സാറിന്റെ സിലബസിൽ അത് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ സാർ കവർ ചെയ്യും. അതല്ലാതെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ നാരോ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ മിക്കവാറും എല്ലാവരും തന്നെ എംകോമിനും ഡിഗ്രിക്കും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് കൂടുതൽ നെറ്റിന്റെ സിലബസിൽ കാര്യവും വന്നിട്ടിരിക്കുന്നതാണ്. ഇപ്പോ ഇൻക്ലൂഡഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ്, അതായത് ഇപ്പൊ റീസെന്റ് റിവിഷൻ വന്നതിന് ശേഷം വന്നാണ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എൻറ്റയർ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. സെയിം ടൈം എൻ്റെ ഏറ്റവും ആദ്യത്തെ റിക്വസ്റ്റ് ആണ്, ഞാൻ തരുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന ടോപ്പിക്സുകളെല്ലാം നിങ്ങൾക്ക് റെഫറൻസുകളാണ്. അതായത് നിങ്ങൾ വായിക്കണം. ഒരു ഓക്കെ, ഇന്നതാണ് ആ സബ്ജക്ട്, അല്ലെങ്കിൽ ഇന്നതാണ് അത് മീൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഐഡിയ മാത്രമാണ്, നമുക്ക് അതിനകത്തേക്ക് പോവുള്ളൂ. അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് തന്നെ പോകും. അറ്റ് ദി സെയിം ടൈം നിങ്ങൾ വായിക്കണം. വായിച്ചാൽ മാത്രമാണ് സബ്ജക്റ്റിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ വരും, അത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ ഒത്തിരി വലിയ ആവശ്യമില്ലാത്ത വലിയ ടെക്സ്റ്റുകൾ ഒന്നും വായിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റുകൾ തന്നെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ക്ലിയർ ചെയ്തു പോകാനായിട്ട് പറ്റും. അപ്പോൾ വായിക്കുക, അതാണ് എൻ്റെ ആദ്യത്തെ ഒരു അഡ്വൈസ്. ദെൻ അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് വരും, ആ ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യാം. ഈ ക്ലാസ്സുകൾ കഴിഞ്ഞാലും നമുക്ക് കോണ്ടാക്ട് ചെയ്യാം, നമുക്ക് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് പോകാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സാർ ഓഡ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്കും ഒരു പെന്നും ഉണ്ടാകണം, പറയുന്ന കാര്യങ്ങൾ എഴുതാനായിട്ട്. ജസ്റ്റ് നമുക്ക് ഷോർട്ട് നോട്ടുകളായിട്ടെല്ലാം എഴുതി പോകാം. അപ്പൊ എല്ലാവരുടെയും കയ്യിൽ ഒരു ബുക്കും പെന്നും ഉണ്ടെങ്കിൽ അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കാനും നിങ്ങൾക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ടൊക്കെ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന, വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? ബിസിനസ് മാനേജ്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അതേപോലെ തന്നെ വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലാനിങ് ആക്ടിവിറ്റി, ഇറ്റ്സ് എ മാനേജിങ് ആക്ടിവിറ്റി. എന്തിനു വേണ്ടിയിട്ടുള്ള മാനേജിങ് ആക്ടിവിറ്റി? ഫോർ കൺട്രോളിങ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഓർഗനൈസേഷനിലുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസിനെ പ്ലാൻ ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും ഉള്ള ആക്ടിവിറ്റിയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. അപ്പോ നിങ്ങൾ ഒരു ജസ്റ്റ് ഞാൻ പറയുന്നത് പോലെ മാനേജ്മെന്റ് ഇസ് എ മാനേജറിയൽ ആക്ടിവിറ്റി. എന്തിനു വേണ്ടിയിട്ട്? ഫോർ പ്ലാനിങ് ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഇതിനു മുന്നേ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ബിഗിനിങ്ങിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ, അങ്ങനെ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് പോകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. ക്യാപിറ്റൽ അതേപോലെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, ഇവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രിൻസിപ്സ് രൂപം കൊണ്ടിരിക്കുന്നത്. എൻറ്റയർ അക്കൗണ്ട് അല്ലെങ്കിൽ മാനേജറിയൽ ആക്ടിവിറ്റിയിൽ നിന്ന് അത് നാരോ ആയിട്ട് ചുരുക്കി ഒൺലി ഫിനാൻഷ്യൽ റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ മാത്രമേ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും നടക്കും. ബേസിക്കലി ക്യാപിറ്റൽ പോലെയുള്ള
ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങളിലാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ തിയറീസും കാര്യങ്ങളും എല്ലാം കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ഇതുവരെ ചോദിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പൊ പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഇതിനകത്ത് തിയറികളും കാര്യങ്ങളും ഒക്കെയാണ് ഡിസ്കസ് ചെയ്ത് പോവുക. അപ്പോ ചിന്താഗതിയെ ഒന്ന് നാരോ ആക്കുക. നമുക്ക് വേണ്ടത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ കാര്യങ്ങളും അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ പ്ലസ് അതർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഇതിനകത്ത് നടത്തുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ടോപ്പിക്. ഓക്കെ, ദെൻ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യമുണ്ട്. അതിന് ബേസിക്കലി 2 അപ്രോച്ചുകൾ ഉണ്ടായിരുന്നു. ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് മോഡേൺ അപ്രോച്ച്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് ഒരു ഹെഡിങ് കൊടുത്തിട്ട്, ഒരു സെന്റർ ഹെഡിങ് കൊടുത്തിട്ട് 2 ആരോ മാർക്ക് ഇട്ടിട്ട് 2 സൈഡിലായിട്ട് നിങ്ങൾ എഴുതുക ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് മോഡേൺ അപ്രോച്ച്. ഇങ്ങനെ 2 കാര്യങ്ങളായിട്ട് എഴുതുക. മാർക്ക് ഇട്ടിട്ട് എഴുതിയാൽ മതി. നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾ. ഒത്തിരി നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടവരും നമ്മളൊക്കെ ആദ്യ ടൈമിൽ പ്രിപ്പയർ ചെയ്ത നോട്ട്സിന്റെ ബണ്ടിൽസ് ആണ്. അതായത് നമ്മൾ എഴുതാൻ നേരത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതിനെ ഏറ്റവും നാരോ ആക്കി എന്താക്കാൻ പറ്റുമോ 1-2 പേജുകളിലേക്ക്, അതാണ് നിങ്ങൾ എത്ര കവർ ചെയ്താലും അതെല്ലാം നിങ്ങളുടെ കയ്യിൽ 1-2 പേജ് ആയിട്ടുണ്ടാവും. അപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സുകളെല്ലാം നാരോ ആക്കി, ആദ്യം നമുക്ക് വലിയൊരു നോട്ടായിരിക്കും ഉണ്ടാവുക, അതിനൊന്ന് നാരോ ആക്കി എടുക്കുക. അപ്പൊ അപ്രോച്ചസ് എന്ന് പറഞ്ഞിട്ട് 2 ആരോ മാർക്ക് ഇട്ടിട്ട് ഇത് ഫസ്റ്റ് വൺ ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് മോഡേൺ അപ്രോച്ച്. ഈ ട്രഡീഷണൽ അപ്രോച്ചിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ ഹൗ ടു പ്രൊക്യൂർ ഫണ്ട്, എങ്ങനെയെല്ലാം നമുക്ക് ഫണ്ട് കണ്ടെത്താം. ഓർഗനൈസേഷൻ, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഓർഗനൈസേഷൻ റണ്ണിങ്ങിന് വേണ്ടിയിട്ട്, ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏതെല്ലാം രീതിയിൽ ഫണ്ടുകൾ കണ്ടെത്താം, ഇതെല്ലാമാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ പറഞ്ഞത്. നമ്മുടെ സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്തത് ട്രഡീഷണൽ അപ്രോച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ തന്നെ ഒരു ലിമിറ്റേഷൻ വന്നു. അവിടെ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നില്ല, വാട്ട് ഈസ് ദി ഇഫക്റ്റീവ് യൂസ് ഓഫ് ദാറ്റ്, അതിനെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും നല്ല രീതിയിൽ യൂസ് ചെയ്യും എന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു ലിമിറ്റേഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡേൺ അപ്രോച്ച് വന്നത്. അവിടെ നിങ്ങൾ എഴുതിയേക്കുക മോഡേൺ അപ്രോച്ചിന്റെ നേരെ അവിടെ ഒരു ബ്രാക്കറ്റിൽ എഴുതിയേക്കുക procurement and its effective utilization of fund. Procurement utilization of fund. ഇതാണ് മോഡേൺ അപ്രോച്ച് പറയുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ 2 അപ്രോച്ചുകൾ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഇനി വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കിയാലും മാത്രമാണ്, പല ടെക്സ്റ്റ് ബുക്കിലും പല തിയറീസ് കാര്യങ്ങളൊക്കെ പറയും. എംകോമിനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവും. ഹെഡിങ് കൊടുക്കുക ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എത്ര ടെക്സ്റ്റുകൾ റെഫർ ചെയ്താലും എങ്ങനെയൊക്കെ റെഫർ ചെയ്താലും ഇതിനകത്ത് ഈ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റീവിനെ കുറിച്ച് നോക്കുമ്പോൾ 2 ഒബ്ജക്റ്റീവ്സ് മാത്രം നമുക്ക് വരികയുള്ളൂ. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും. പ്രോഫിറ്റ് മാക്സിമൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ആർഗ്യുമെന്റ്സ് നടത്തുന്ന ആളുകൾ, ഇതെല്ലാം ടോപ്പ് ലെവൽ മാനേജ്മെന്റ് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. അവർ പറയുന്നത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഏറ്റവും അൾട്ടിമേറ്റ് എയിം, അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓർഗനൈസേഷൻ മാക്സിമൈസ് എടുക്കുക, കൂടുതൽ പ്രോഫിറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് ഒരു ഓർഗനൈസേഷന്റെ അൾട്ടിമേറ്റ് എയിം ആയിട്ടുണ്ടാവുന്നത്. അതിനവർ പറയുന്ന റീസൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻവെസ്റ്റർ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടെന്ന് അറിഞ്ഞാലാണ് എന്ത് ചെയ്യുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ശരിയാണ്, നമ്മൾ ആദ്യം നോക്കുന്നത് ആ കമ്പനി പ്രോഫിറ്റബിൾ ആണോ. അങ്ങനെയായിട്ടാണ് ഒരു നോർമൽ കോമൺ പീപ്പിൾ ആഗ്രഹിക്കുന്നത്. ഇതേപോലെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ്. ദെൻ പ്രോഫിറ്റ് അവർക്ക് ബാക്കി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്റെ കയ്യിൽ പൈസ വന്നാലല്ലേ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ആയിട്ട് അവർ പറഞ്ഞതാണ്, പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് ഓർഗനൈസേഷന് റൺ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് ഓർഗനൈസേഷൻ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സ്കെയിൽ തന്നെയാണ് എന്ത്, ഇഫ്
പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ആയിട്ട് പറഞ്ഞപ്പോ അവരെ എഗെയിൻസ്റ്റ് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടായി. അവർ ആദ്യം പറഞ്ഞത് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു എയിം, അത് മാത്രമാണ് ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എങ്കിൽ അവരെന്ത് ചെയ്യും, അവരുടെ പ്രോഡക്ട്സിലോ കാര്യങ്ങളിലെല്ലാം മാനിപ്പുലേഷൻസ് നടത്തും. സൊസൈറ്റിക്ക് ഫേവറബിൾ അല്ലാത്ത കണ്ടീഷനിലേക്ക് ചിലപ്പോൾ നമ്മുടെ അതേപോലെ തന്നെ അവർ പറഞ്ഞ കാര്യമാണ് ഒരു ഓർഗനൈസേഷൻ ഇപ്പൊ പറഞ്ഞു ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് ഞാൻ എനിക്ക് മനസ്സിലാകണം. പക്ഷെ ഒരിക്കലും ഒരു ഇൻവെസ്റ്റേഴ്സും അങ്ങനെ ചെയ്യുന്ന ആളല്ല. അവരെ ഇൻഡെപ്ത് ആ ഓർഗനൈസേഷൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ആളുകള് ഷെയർ മാർക്കറ്റിലൊക്കെ അവര് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ഡെയിലി എന്ത് ചെയ്യും, മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്തെടുക്കും. അപ്പോ അങ്ങനെ ഫ്ലക്ച്വേഷൻസ് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ ഇൻഡെപ്ത് സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുക. ദേ ആർ റാഷണൽ തിങ്കേഴ്സ്. അവർ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഇൻഡെപ്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷമാണ് അവർ ഇൻവെസ്റ്റ്മെന്റ് എടുത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ്, അങ്ങനെ ഒരു ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ആൻഡ് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ദെൻ അതിനുശേഷം വരുന്നതാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ ആയിരിക്കും. 2 ഒബ്ജക്റ്റീവ്സ് പറയുകയാണെന്നുണ്ടെങ്കിലും 2 ഒബ്ജക്റ്റീവിലും വെൽത്ത് മാക്സിമൈസേഷൻ ആയിരിക്കും അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ് കാണും. അതാണ് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. ചോദിച്ചു കഴിഞ്ഞാൽ ഫൈൻ ഒറ്റ ആൻസറേ ഉള്ളൂ, വെൽത്ത് മാക്സിമൈസേഷൻ. ഈ പറയാനുണ്ടായ റീസൺസ് ഇതാണ്. അതായത് പ്രോഫിറ്റ് അഗെയിൻസ്റ്റ് ചെയ്ത് പറഞ്ഞവര് അവരെന്താണ് അവർ അഗെയിൻസ്റ്റ് ചെയ്തത്, അതാണ് നമുക്ക് എന്തുള്ളത് വെൽത്ത് മാക്സിമൈസേഷനിലെ ഇൻ ഫേവർ ആയിട്ട് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് അതായത് ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ ഇങ്ങനെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി കൊടുക്കാൻ നേരത്ത് അവർക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടണം, ഓരോ ഇക്വിറ്റി ഷെയർ ഹോൾഡർക്കും ഡിവിഡൻഡ് ആയിട്ട് എന്ത് ബെനിഫിറ്റ് കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക ഓർഗനൈസേഷൻ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ എന്റെ ഷെയറിൽ എനിക്ക് മെച്ചം ഉണ്ടായാൽ മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് മാക്സിമൈസേഷൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടി ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അപ്പൊ അവർ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കണം. ആരെ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ, ഓണേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കണം. അതുകൊണ്ടാണ് വെൽത്ത് മാക്സിമൈസേഷനെ എന്ത് ചെയ്യുന്നത് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അവർ പറയണു വെൽത്ത് മാക്സിമൈസ് ചെയ്താലാണ് എന്ത് ചെയ്യുള്ളൂ ഓർഗനൈസേഷന് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള മോട്ടീവ്സ് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ദെൻ ഇവരെല്ലാം ഇൻവെസ്റ്റേഴ്സ് എല്ലാം റാഷണൽ തിങ്കേഴ്സ് ആണ്. അവർ ഇപ്പൊ ലോസ് ആണ് കറന്റ്ലി ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷനിലെല്ലാം ചിലപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ ലോസിലേക്ക് പോയേക്കാം. പക്ഷെ എന്ത് ചെയ്യുക, ഇൻ ഫ്യൂച്ചറിൽ അതിന്റെ സ്റ്റഡീസ് കാര്യങ്ങൾ നടത്തി എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം എന്നുള്ളത് അവർ ചിന്തിക്കും. വെൽത്ത് ആണ് ഓർഗനൈസേഷന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. ഇനി ഇപ്പൊ ഈ പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒരു ടെക്സ്റ്റ് എടുത്ത് അല്ലെങ്കിൽ നെറ്റിലോ എവിടെ നിന്നായിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടാവുന്ന മെറ്റീരിയൽ വായിക്കേണ്ട 2 കാര്യങ്ങളാണ്. വാട്ട് ആർ ദ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ആൻഡ് അഗെയിൻസ്റ്റ് ഓഫ് ബോത്ത് ദീസ് ഒബ്ജക്റ്റീവ്സ്? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. വാട്ട് ആർ ദ ആർഗ്യുമെന്റ്സ് ഫേവർ ആൻഡ് അഗെയിൻസ്റ്റ്. കാരണം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, പക്ഷെ നിങ്ങൾ ഇതൊന്നും വായിക്കാം. നമ്മൾ വായിക്കുമ്പോൾ കേൾക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കാര്യം നമ്മുടെ മനസ്സിലാക്കി ചെയ്ത് പോവുക. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ ഈ ഷോർട്ട് നോട്ടുകൾ ഒന്ന് വായിച്ചു പോക്കോ, കാരണം അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ദെൻ ഇനി ഉള്ള ഈ 2 കാര്യങ്ങളും എഴുതി എന്ന് വിശ്വസിക്കണം. ഇനിയുള്ള ഒരു ഹെഡിങ് ആയിട്ട് നിങ്ങൾ കൊടുത്തേക്കാം ഫിനാൻസ് ഡിസിഷൻ. അതായത് ഇതിനകത്ത് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റികളിൽ 3 ടൈപ്പ് ഓഫ് ഡിസിഷൻസ് ആണ് എടുക്കുക. അതിനകത്ത് ഫസ്റ്റ് വൺ ഹെഡിങ് കൊടുക്കുക ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. സൈഡ് ഹെഡിങ് നമ്പർ 1 എന്നിട്ട് കൊടുത്താൽ മതി. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലേക്ക് എന്തൊക്കെയാ പറയണേന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്താം ഓർഗനൈസേഷന്, എനിക്ക് എന്റെ കമ്പനിയിൽ എന്ത് കാര്യത്തിന് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ഞാൻ പറഞ്ഞു ക്യാപിറ്റലും അതേപോലെയുള്ള വർക്കുകളെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ വരിക. അപ്പൊ നമ്മൾ പറയാം ഫിക്സഡ് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നു. ഈ ഫിക്സഡ് അസറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക അതല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ,
ഒരു ഓർഗനൈസേഷനിലെ ഡേ ടു ഡേ ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ട് ഒരു ഓണർ ഷെയർ ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തതിന് എന്ത് പറയും? ആർക്കെങ്കിലും ഒന്ന്? ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റുകളെ ലെവിറ്റ് നമുക്ക് പറയാം, അതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. യെസ്, വർക്കിംഗ് ക്യാപിറ്റൽ ശരിയാണ്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയണം. അപ്പോ ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഈ ഒരു ഏരിയയിൽ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നോട്ട് എഴുതിക്കോളൂ കേട്ടോ. പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഒരു സിംഗിൾ സെന്റൻസേ ഉള്ളൂ, എഴുതിക്കോളൂ. ടോട്ടൽ എമൗണ്ട് ഓഫ് അസെറ്റ് total amount of assets to be held. Important decision. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടാണോ റൺ ചെയ്യുക അല്ലെങ്കിൽ ലോസ് ആയിട്ടാണോ റൺ ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യും. ഞാൻ എന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തു. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടെ 11 പേരുണ്ട്. ഈ 11 പേർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് അല്ല. ഇപ്പൊ ഒരു ഓൺലൈൻ ആണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു റിയൽ ലൈഫ് ക്ലാസ് വരുവാണെന്നുണ്ടെങ്കിൽ 11 പേരിലേക്കാളും കൂടുതൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ലോസ് ആയിരിക്കും. അപ്പോ എന്താണ്, അതുകൊണ്ടാണ് പറയുന്നത് ഫിനാൻസ് ഡിസിഷനെയാണ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഡിസിഷൻ എന്ന് പറയാം. അപ്പോ മനസ്സിലായല്ലോ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് അസെറ്റ്സ് ടു ബി ഹെൽഡ്. നമ്മൾ ഓർഗനൈസേഷന് എത്രമാത്രം അസെറ്റ് ഹെൽഡ് ചെയ്യണം, അങ്ങനെ ഹെൽഡ് ചെയ്യുന്ന അസെറ്റുകളെ കുറിച്ച് ാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ അസെറ്റുകളെ കുറിച്ച് ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെ 2 ടൈപ്പ് ഓഫ് ഡിസിഷൻസ് ആണ്, അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തുക. ഒരു ഹൈഫൺ ഇട്ടിട്ട് അതിന്റെ താഴെ എഴുതിക്കോളുക, ലോങ് ടേം ഡിസിഷൻസ്. ലോങ് ടേം ഡിസിഷൻ ഒരു കൂടുതൽ ലോങ് പീരീഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് റൺ ചെയ്യിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു ഹൈഫൺ, ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതുക. ഇതിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഓക്കെ, അപ്പൊ ഒന്ന് കണക്റ്റഡ് ആയി. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അതിനകത്തും 2 കാറ്റഗറീസ് ഉണ്ട്. ആ കാറ്റഗറീസിൽ ഫസ്റ്റ് വൺ ആണ് ലോങ് ടേം ഡിസിഷൻ നമ്മൾ എടുക്കും. ആ ലോങ് ടേം ഡിസിഷൻ എന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റ്. അതായത് എത്രമാത്രം എമൗണ്ട് നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ അസറ്റുകളിൽ, ഫിക്സ്ഡ് അസറ്റ് പോലെയുള്ള ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയും, ക്യാപിറ്റൽ അസറ്റുകളിൽ കോൺട്രിബ്യൂട്ട് നടത്തണം, എത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കുറിച്ചുള്ള ഡിസിഷൻ ആണ് എന്ത്, ലോങ് ടേം ഡിസിഷനിൽ വരിക. ദെൻ ലോങ് ടേം ആണെങ്കിൽ നെക്സ്റ്റ് വൺ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ഷോർട്ട് ടേം ഡിസിഷൻ. ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതിക്കോളാം, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഇതാണ് 2 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ പറയുക. 2 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ പറയുന്ന ഈ 2 കാര്യങ്ങളാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലെ ഫസ്റ്റ് ഡിസിഷൻ ആണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഒരു ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മളിപ്പോ എനിക്ക് എന്റെ സ്വന്തമായിട്ട് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മൊത്തം എത്ര കോൺട്രിബ്യൂഷനിൽ, എത്ര എമൗണ്ടിൽ, 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഇതാണ് എന്ത്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലെ നമ്മുടെ ഡിസിഷൻ. 10 ലക്ഷം രൂപയുടെ ബിസിനസ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഈ 10 ലക്ഷം രൂപയുടെ ഞാൻ ഒന്നും കൂടെ കാറ്റഗറൈസ് ചെയ്ത് പറയാണ്, 7 ലക്ഷം രൂപയുടെ ഫിക്സ്ഡ് അസറ്റ്സ് വാങ്ങിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു. ബാക്കി 3 ലക്ഷം രൂപയുടെ എനിക്ക് എന്റെ ഡേ ടു ഡേ എക്സ്പെൻസസ് ഒന്ന് മീറ്റ് ചെയ്ത് എനിക്ക് ഒന്ന് പ്ലസ് പിടിക്കാനായിട്ട് ബാക്കി 3 ലക്ഷം രൂപ എന്റെ കയ്യിൽ വന്നേച്ചാൽ മതി. ഇതിനെയാണ് ഷോർട്ട് ടേം ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ, ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട്. ദെൻ രണ്ടാമത്തെ ഡിസിഷൻ ആണ് ഫിനാൻസിങ് ഡിസിഷൻ. ഫിനാൻസിങ് ഡിസിഷൻ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യമാണ് ഫിനാൻസിങ് ഡിസിഷനിലേക്ക് വരിക. എത്രമാത്രം എമൗണ്ട്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്, ഞാനൊരു പുതിയ സ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത്, അത് ഏറ്റവും കൂടുതൽ അത് ഫിനാൻസിങ് ഡിസിഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഈ ഫിനാൻസിങ് ഡിസിഷൻ ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ന്യൂലി സ്റ്റാർട്ടഡ് ഓർഗനൈസേഷൻ ആണ്. നമ്മൾ എപ്പോഴും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഓർഗനൈസേഷനെ കൂടുതലായിട്ട് നോക്കുന്നത്. കാരണം അവരാണ് എത്രമാത്രം എമൗണ്ട് നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപയിൽ സ്റ്റാർട്ട് ചെയ്തു, അത് 7 ലക്ഷം രൂപ ഫിക്സ്ഡ് അസറ്റിൽ 2 ലക്ഷം രൂപ, അവിടെ നമ്മളൊരു ഡിവിഷൻ നടത്തി, കയ്യിലുണ്ടായ പൈസയെ ഒരു ഡിവിഷൻ നടത്തി. ആ ഡിവിഷനെയാണ് എന്ത് പറയാ, ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയാ. അവിടെ ഒന്ന് എഴുതിക്കോളുക, എന്താണ്
ഒരു ഓർഗനൈസേഷന്റെ ഫോർ ന്യൂ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഫിനാൻസിങ് ഡിസിഷൻസ് നടത്തുക. അല്ലെ, ന്യൂ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഇപ്പോഴത്തെ ഓർഗനൈസേഷൻ ന്യൂ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് ഒരു പുതിയ ടൈപ്പ്, ഒന്നല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെന്റ് ആകാം, അതേപോലെ തന്നെ ഒരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാകാം. ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഈ ഫിനാൻസിങ് ഡിസിഷനിലേക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് മാത്രം. ദെൻ തേർഡ് വൺ പറയുന്നതാണ് ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാം, നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ഏൺ ചെയ്തു, 5 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട്, ഞാൻ ഉൾപ്പെടെ 11 പേര് ഇപ്പൊ ഈ ക്ലാസ്സിലുണ്ട്, റൺ ചെയ്ത് കയ്യിൽ കാശ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി 10 പേർക്കും എന്ത് ചെയ്യണം, എനിക്ക് ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഡിവിഡൻഡ് ആയിട്ട് നിങ്ങൾക്ക് തരണം. അപ്പോ എത്രമാത്രം നിങ്ങൾക്ക് തരണം, എത്രമാത്രം ഞാൻ എന്റെ കയ്യിൽ വെക്കണം, ഈ ഒരു ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഡിവിഡൻഡിന്റെ ഒരു വലിയ ടോപ്പിക് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പൊ ഫിനാൻസിങ് ഡിസിഷൻ ആണ് പറഞ്ഞത്. ഫിനാൻസിങ് ഡിസിഷന് 3 ഡിസിഷൻ ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എത്രമാത്രം എമൗണ്ട്, ഹൗ മച്ച് വി ഷുഡ് ഇൻവെസ്റ്റ്, ടോട്ടൽ എമൗണ്ട് ഓഫ് അസറ്റ്സ് ടു ബി ഹെൽഡ് നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളതിനാണ് എന്ത് പറയാം, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയാം. ഫിനാൻസിങ് ഡിസിഷൻ ആയിരിക്കും ഫിനാൻസിങ് ഡിസിഷനിൽ വരിക. ഡിവിഡൻഡ് ഡിസിഷൻ കയ്യിലുള്ള പ്രോഫിറ്റ് എത്രമാത്രം ഷെയർ ഹോൾഡർക്ക് കൊടുക്കണം, അതേപോലെ തന്നെ എത്രമാത്രം പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ എത്രമാത്രം കയ്യിൽ പിടിക്കണം. ഒരു ജനറൽ ക്വസ്റ്റ്യൻ, നിങ്ങൾ അതിന് ആൻസർ പറയണം. ഓർഗനൈസേഷനിൽ 2 ടൈപ്പ് ഓഫ് ഷെയർസ് ഉണ്ട്. ഇക്വിറ്റി ഷെയർസ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന റെമ്യൂണറേഷനെ എന്ത് പറയും? പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന റെമ്യൂണറേഷനെ എന്ത് പറയും? അപ്പൊ ഇക്വിറ്റി ഷെയർ, ഇപ്പൊ ഒരാളുടെ ആൻസർ വന്ന് ഡിവിഡൻഡ്. അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡർക്കോ? ഷെയർ ഹോൾഡർക്ക് എന്ത് പറയും? അതും ഡിവിഡൻഡ് എന്ന് പറയും. ശ്രദ്ധിക്കുക. യെസ്, ചെറിയൊരു മാറ്റമുണ്ട്. കാരണം നിങ്ങൾ ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ, ഒരു പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രിഫറൻസ് ഷെയറിന്റെ കാര്യം പറയുമ്പോൾ 10% പ്രിഫറൻസ് ഷെയർ ഓഫ് ₹100 ഈച്ച് എന്നൊക്കെ പറഞ്ഞായിരിക്കും നമുക്ക് തരിക, അല്ലെ? ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് അങ്ങനെ ഒരു പെർസെന്റേജ് സ്പെസിഫൈഡ് അല്ല. കൈക്ക് മൊത്തമായിട്ട് ഡിവൈഡ് ചെയ്ത് ആൾക്ക് ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഒരു ബാങ്കിലേക്ക് 10% അടയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് പറയും? 10% എന്താണ്? ദാറ്റ് ഈസ്. അപ്പൊ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റെമ്യൂണറേഷൻ ആക്ച്വലി ഇറ്റ്സ് ഇൻട്രസ്റ്റ്. അത് ഇൻട്രസ്റ്റ് ആണ്. അതൊരിക്കലും ഡിവിഡൻഡ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഡിവിഡൻഡ് എന്നെങ്കിൽ ഇവർക്കെല്ലാം കൊടുത്തതിന് ശേഷം ബാക്കി എന്തുണ്ടോ അതേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ ലോങ് ടേം ലോൺസും, ഇതൊക്കെ ലോങ് ടേം കമ്പനി വാങ്ങിക്കുന്ന ലോങ് ടേം ഇതാണ്. അപ്പൊ ഇതെല്ലാം ഡിബഞ്ചർ ആയിക്കോട്ടെ, സ്പെസിഫൈഡ് ആണ്. എത്രമാത്രം? 10% ഡിബഞ്ചേഴ്സ് സ്പെസിഫൈഡ് ആണ്. 11% പ്രിഫറൻസ് ഷെയർസ് അത് സ്പെസിഫൈഡ് ആണ്. ദെൻ ഓരോ 3% ബാങ്ക് ലോൺ, ലോങ് ടേം ലോൺ അത് സ്പെസിഫൈഡ് ആണ്. അപ്പൊ ഇവിടെ എല്ലാം പോകുന്നത് കാരണം കൊടുക്കേണ്ട എമൗണ്ട് എത്രമാത്രമാണെന്ന് അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നു. അത് ഒരു ജനറൽ ഇൻഫോർമേഷൻ ആണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ഓർമ്മയിൽ വന്നൊരു കാര്യമാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്ക. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഇന്റർവ്യൂവിനൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ കാരണം ഇതൊക്കെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത്. ഞാനും ഇതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ പിന്നീടുള്ള നമ്മള് കുറച്ചൊക്കെ വായിച്ച് കിട്ടിയ ഒരു നോളജ് ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്കതൊന്ന് ക്ലിയർ ചെയ്ത് പോകാം. ഫസ്റ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താന്ന് പറഞ്ഞു, ദെൻ അപ്രോച്ചസ് എന്താണെന്ന് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പറഞ്ഞു, ഫിനാൻസ് ഡിസിഷൻ അല്ലെങ്കിൽ ഫിനാൻസിങ് ഡിസിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇന്ന് ഡിസ്കസ് ചെയ്ത് പോയത്. ഇതിനകത്ത് ഏതെങ്കിലും കാര്യങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഏരിയയിലേക്ക് പോവാം.
ഷാൽ വി മൂവ് പുതിയ ടോപ്പിക്കിലേക്ക്? ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് അത്യാവശ്യം ക്ലിയർ ആണെന്നുള്ള വിചാരിക്കണു. ഞാൻ പിന്നെയും പറയാണ്, നിങ്ങൾ വായിക്കണം. വായിച്ചാൽ മാത്രമാണ് കൂടുതൽ കാര്യങ്ങൾ ഇൻ ഡെപ്ത് ആയിട്ട് മനസ്സിലാകുകയും. നെക്സ്റ്റ് നിങ്ങളൊരു സെന്റർ ഹെഡിങ് നമുക്കൊരു ചാർട്ട് പോലെ വരച്ചു പോവാം. അതാണ് കുറച്ചും കൂടി ഏറ്റവും എളുപ്പം. എന്ത് നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും ചാർട്ട് ആക്കാനായിട്ട് മാക്സിമം നോക്കുക. ഇതേപോലെയുള്ള ക്ലാസിഫിക്കേഷൻസ് ഒക്കെ കാരണം അതാണ് നമുക്ക് എപ്പോഴും മെമ്മറൈസ് ചെയ്ത് വെക്കാനായിട്ട് നല്ലത്. ഓക്കെ, ഹെഡിങ് ഒരു സെന്റർ ഹെഡിങ് കൊടുക്കുക. റിസ്ക്, ഭയങ്കര റിസ്ക് ആണ്. റിസ്ക് റിസ്ക് സെന്റർ ഹെഡിങ് കൊടുത്തു. റൈറ്റ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എഴുതുക സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് നിങ്ങളുടെ റൈറ്റ് സൈഡ് ആൻഡ് സിസ്റ്റമാറ്റിക് റിസ്ക്. Systematic risk and systematic risk. Then systematic risk in the താഴത്തായിട്ട് ഫസ്റ്റ് വൺ ഒരു വരയിട്ടിട്ട് എഴുതുക മാർക്കറ്റ് റിസ്ക്. മാർക്കറ്റ് റിസ്ക്. Then മാർക്കറ്റ് റിസ്ക്. മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു രണ്ട് വാക്കുകളൊക്കെ ആയിട്ട് എഴുതി വെച്ചോട്ടോ. ലോസ് ഡ്യൂ ടു the market. Loss due to the overall change in market. Loss due to the overall change in market. കാര്യം നമുക്ക് ക്ലിയർ ആയി അല്ലേ? അതായത് ടോട്ടൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച് ഈ ഒരു കാര്യം കൂടെ എഴുതിക്കോ. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് നിങ്ങൾ എഴുതിയില്ലേ, അതിന്റെ നേരെ സൈഡിലായിട്ട് ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടെ എഴുതി വെച്ചോ, ഡൈവേഴ്സിഫൈഡ് റിസ്ക്. ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാനായിട്ട് ആ റിസ്കിനെ ഒന്ന് മാറ്റിക്കളയാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അൺഡൈവേഴ്സിഫൈഡ് റിസ്ക് നമ്മുടെ എഴുതി വെച്ചോളാം. അൺഡൈവേഴ്സിഫൈഡ് റിസ്ക്. യെസ്, നമ്മൾ പറഞ്ഞു മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോസ് ഡ്യൂ ടു ഓവറോൾ ചേഞ്ച് ഇൻ ഫിനാൻഷ്യൽ ഇൻ മാർക്കറ്റ്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ട് നമുക്ക് എന്ത് വരാം? റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസസ് ഓഫ് ലോസ് ആണ്. അത് ആദ്യമേ പറഞ്ഞോട്ടെ. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാൻ ചാൻസസ് ഉള്ള ലോസുകളെയാണ് റിസ്ക് എന്ന് പറയാ. അപ്പോ എന്ത് ചെയ്യണം? മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് വരുന്നത് കൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് ലോസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. നമ്മുടെ ലോസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ല, നമ്മുടെ ഒരു ഒരു ഷെയറിന്റെ വരുന്ന ചേഞ്ചസ്, ഒരു ഷെയറിന്റെ വാല്യൂവിൽ ചേഞ്ച് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതിനെയാണ് എന്താ പറയാ? മാർക്കറ്റ് റിസ്ക് എന്ന് പറയാ. ദെൻ രണ്ടാമത്തേതായിട്ടുള്ള കാര്യമായിട്ട് എഴുതിക്കോളൂ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഏറ്റവും കൂടുതൽ അത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? ഇത് ബോണ്ട് ഹെൽഡ് ചെയ്യുന്നവരെ, ഷെയർസ് അല്ല, ബോണ്ടുകൾ ഹെൽഡ് ചെയ്യുന്നവരുടെ ബോണ്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിലേക്ക് ഒരു ലോങ് ടേം ലോൺ ആയിട്ട് കമ്പനി പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് ബോണ്ടുകൾ. ഈ ബോണ്ടുകൾ ഹെൽഡ് ചെയ്യുന്നവർക്കാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ബോണ്ട് ഹോൾഡേഴ്സ് വേണമെങ്കിൽ ഒരു പോയിന്റ് ഒരു ആരന്മാർക്ക് എഴുതിച്ചത് ബോണ്ട് ഹോൾഡേഴ്സ് ബോണ്ട് ഹെൽഡ് ചെയ്യുന്നവർക്കാണ് ഈ ടൈപ്പ് ഓഫ് റിസ്ക് കൂടുതലായിട്ട് വരിക. ഇതിനകത്ത് എന്താണ് പറയുന്നത്? ഈ ബോണ്ടിന്റെ പ്രൈസിൽ ഇൻക്രീസോ ഡിക്രീസോ വരാം മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് കാരണം. ഒന്നും കൂടെയും പറയാണ്, ബോണ്ട് ഇൻക്രീസ് വരികയാണ് ഡ്യൂ ടു ദ മാർക്കറ്റ് റേറ്റിൽ വരുന്ന ചേഞ്ചസ് കാരണം. ബോണ്ടിന്റെ പ്രൈസുകളിൽ, ബോണ്ടുകൾ നമ്മൾ സെയിൽ ചെയ്യുക ചെയ്യുന്നത് അല്ലെ, ബോണ്ട്സ് സെയിൽ ചെയ്യും. അപ്പൊ ആ ബോണ്ടിന്റെ
ചേഞ്ചസ് വരുമ്പോഴാണ് നമുക്കൊരു നഷ്ടം വരും. എനിക്കൊരു ബോണ്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഷെയർ, ഒരു ബോണ്ട് ഉണ്ടായിരുന്നു, അത് ഞാൻ സെയിൽ ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തപ്പോൾ അതിന്റെ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് കാരണം അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ച് വന്നു. അങ്ങനെ വരുന്ന ചേഞ്ചുകളാണ് എന്ത്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ആ പെർട്ടിക്കുലർ അസറ്റ് പെർട്ടിക്കുലർ ആൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായി. അത് എന്ത് ചെയ്യും, അതൊരു റോങ് ആയിട്ട് ഒരു ഇൻവേഴ്സ് എഫക്റ്റ് ആണ് അയാൾക്ക് ഉണ്ടാക്കിയത്. അതിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് വൺ പറയാണ് സിസ്റ്റമാറ്റിക് റിസ്കിലെ തേർഡ് വൺ പറയാണ്, എന്ത് പറയണേ, പർച്ചേസിംഗ് പവർ റിസ്ക്. എഴുതിക്കൊള്ളുക, പർച്ചേസിംഗ് പവർ റിസ്ക്. എന്താണ് പർച്ചേസിംഗ് പവർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മൾ എന്ത് പർച്ചേസ് ചെയ്യുന്നുള്ളൂ, ഷെയർസ് മാത്രമേ പർച്ചേസ് ചെയ്യാനായിട്ടുള്ളൂ. പർച്ചേസിംഗ് പവേഴ്സ് അതായത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ജനറൽ പീപ്പിളിന്റെ ഒരു ആളിന് ഒരു ഷെയർ വാങ്ങിക്കാനായിട്ടുള്ള എന്ത് ചെയ്യുന്നു, കേട്ട് വരുന്ന വ്യത്യാസം വേണമെങ്കിൽ അവിടെ ഒന്ന് എഴുതി വെച്ചുള്ള ചേഞ്ച് ഇൻ purchase of security due to increase in inflation rate. എന്ത് ചെയ്യണം, ഒരു ഷെയർ വാങ്ങിക്കാനായിട്ട് എനിക്ക് ഞാൻ കേപ്പബിൾ അല്ല, അതിനുള്ള പൈസ എന്റെ കയ്യിലില്ല. അതിന്റെ പ്രൈസിൽ വരുന്ന കൊണ്ട് അതിനെയാണ് പർച്ചേസിംഗ് പവർ റിസ്ക്. അപ്പോ ഷെയറിന്റെ പ്രൈസ് കൂടാൻ നേരത്ത് ഞാനത് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്കത് സെയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ദെൻ ഈ 3 കാര്യങ്ങളാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയാ. ഇറ്റ്സ് ഓൾ ആർ അൺഡൈവേഴ്സിഫൈഡ് റിസ്ക്. നമുക്ക് ഇതിനകത്ത് ഒന്നൊരു മാറ്റങ്ങൾ വരുത്താനായിട്ടില്ല. ഇതെല്ലാം മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് എന്തുണ്ടാകും, വരുന്ന വ്യത്യാസമാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. അവിടെ ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ, ഡൈവേഴ്സിഫൈഡ് റിസ്ക്. It's also called company risk. അതിനകത്ത് വരുന്ന ഫസ്റ്റ് കാര്യമാണ് എഴുതിക്കോളൂ, ബിസിനസ് റിസ്ക്. അൺസിസ്റ്റമാറ്റിക്കിൽ ഫസ്റ്റ് വൺ താഴത്തേക്ക് ആരോ മാർക്ക്. ബിസിനസ് റിസ്ക്. ബിസിനസ്സിൽ നമുക്ക് റിസ്ക് വന്നു. ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നു, റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യമേ പറഞ്ഞു. ബിസിനസ്സിൽ നമുക്ക് ലോസ് വന്നു. ദാറ്റ് മീൻസ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത പ്രോഫിറ്റ് നമുക്ക് എയിം ചെയ്യാനായിട്ട് പറ്റിയില്ല. ബിസിനസ്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പ്രീ ഡിഫൈൻ ചെയ്തിരുന്ന ഒരു പ്രോഫിറ്റ് എന്ത് ചെയ്യാനായിട്ട് പറ്റിയില്ല, പറ്റിയാണ് എന്ത് പറയാ, ബിസിനസ് റിസ്ക് എന്ന് പറയാ. lower than anticipated profit. Then next one is the financial risk. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിനാൻഷ്യൽ റിസ്ക് അതായത് കമ്പനിയിലെ ക്യാപിറ്റൽ സ്ട്രക്ചറാണ് ഈ ഫിനാൻഷ്യൽ റിസ്കുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ളത്. നമ്മൾ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലാണ്. ദെൻ നിങ്ങൾ അവിടെ എഴുതി വെച്ചോളൂ, loss of money of investment. ഒരു കാര്യങ്ങൾ എഴുതിക്കൊള്ളുക, യൂസ് ഓഫ് ഡെപ്റ്റ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് അറിയായിരിക്കുമല്ലോ. ഏത് ഷെയറിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ കോമ്പിനേഷൻ വേണം, ഇക്വിറ്റി വേണോ, പ്രിഫറൻസ് വേണോ, ലോങ് ടേം വേണോ, ഷോർട്ട് ടേം വേണോ,
കോമ്പിനേഷൻ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരിക. അപ്പൊ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഡെപ്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഷെയർ ഹോൾഡേഴ്സിനെ മാറ്റി കുറച്ച് ഡെപ്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, ഫിനാൻസ് റിസ്ക് എന്ന് പറയുക, ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയാം. ദെൻ തേർഡ് വൺ പറയാണ് ഡിഫോൾട്ട് ക്രെഡിറ്റ്. ഡിഫോൾട്ട് ക്രെഡിറ്റ് nothing of default of any debt payment. നമ്മൾ കൊടുക്കാനുള്ള ഡെപ്റ്റിനെ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തി. സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, അതിന് ചെയ്തില്ല, കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് നടത്തിയില്ല, ദെൻ നമുക്ക് എന്ത് വരും, ഇൻട്രസ്റ്റ് ഡബിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് വരാനുള്ള ലോസുകളെയാണ് എന്ത് പറയുക, ഡിഫോൾട്ട് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുക. ഡിഫോൾട്ട് ഓഫ് എനി ഡെപ്റ്റ് പേയ്മെന്റ്. എന്തെങ്കിലും ഡൗട്ട്? ഒന്ന് രണ്ട് പേര് മാത്രമാണ് കേട്ടോ റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി താങ്ക് യു. ദെൻ ഇനി ഒരു ജസ്റ്റ് ഒരു 4 കോളംസ് ആയിട്ട് കൊടുക്കുക. പർച്ചേസ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നമ്മൾ നോർമൽ പർച്ചേസിംഗ് പവർ എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിൽ പർച്ചേസിംഗ് പവർ എന്ന് പറയാനുണ്ടായിരുന്നു. ആ പർച്ചേസിംഗ് പവർ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പേഴ്സണ്, ഒരു നോർമൽ കൺസ്യൂമർക്ക് അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള കേപ്പബിലിറ്റിനെയാണ് പർച്ചേസിംഗ് പവർ എന്ന് പറയാ. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഷെയർ വാങ്ങിക്കാനുള്ള കേപ്പബിലിറ്റിയാണ്. ഇപ്പോ ഞാൻ എന്താണ് വാങ്ങിക്കാനായിട്ട് നോക്കുമ്പോൾ മാർക്കറ്റിലുള്ള ഫിനാൻഷ്യൽ ഇൻഫ്ലേഷൻ കാരണം ആ ഒരു പെർട്ടിക്കുലർ ഷെയറിന്റെ വാല്യൂല് ചേഞ്ച് വന്നിട്ടുണ്ട്, കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ആ ഒരു അല്ല, എനിക്ക് പർച്ചേസിംഗ് പവർ ഇല്ല. അതിനെയാണ് പർച്ചേസിംഗ് പവർ റിസ്ക് എന്ന് പറയുക. അതായത് നമ്മുടെ ഒരു ഷെയർ വാങ്ങിക്കാൻ ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റർക്ക് കേപ്പബിലിറ്റി ഉണ്ടോ. കേപ്പബിലിറ്റി മീൻസ് ആ ഷെയർ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇൻഫ്ലേഷൻ എല്ലാം ഇത് അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പർച്ചേസിംഗ് പവർ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ആ ഒരു ഷെയർ കൂടുതലായിട്ട് വാങ്ങാൻ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് അഫോർഡബിൾ ആണ് എന്ന് നമ്മൾ പറയും അല്ലെ. അതാണ് പർച്ചേസിംഗ് പവർ റിസ്കിൽ പറയുക. ഓക്കെ, സോണയ്ക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു 4 കോളം, 4 ചെറിയ കോളം. ഫസ്റ്റ് കോളത്തിന്റെ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ടൈപ്പ് ഓഫ് ഫണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് റിസ്ക്. തേർഡ് എന്ന് പറയുന്നത് കോസ്റ്റ്. ആൻഡ് ഫോർത്ത് എന്ന് പറയുന്നത് കൺട്രോൾ. ഫോർത്ത് എന്ന് പറയുന്നത് കൺട്രോൾ. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ നമുക്ക് ഓർഗനൈസേഷനിൽ 2 ഫണ്ടുകളെ വരുന്നുള്ളൂ. ഓർഗനൈസേഷനിൽ ഫസ്റ്റ് ഫണ്ടാണ് ഓൺ ഫണ്ട്, റോഡ് ഫണ്ട്. അപ്പൊ ഫണ്ടിന്റെ ഫണ്ടിൽ ആദ്യത്തെ ആയിട്ട് എഴുതാം ഓൺ ഫണ്ട്. ബാക്കിൽ എഴുതിക്കോളൂ ഇക്വിറ്റി. ഇത് മാത്രമേ ഓൺ ഫണ്ട് ആയിട്ടുള്ളൂ. ഇക്വിറ്റി, ഓൺ ഫണ്ട്. ഓക്കെ, ഇനിയുള്ളതെല്ലാം നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് പോകണം. അതിനകത്ത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എന്ന് പറയാണ്. ഇക്വിറ്റി ഷെയർസിന് അവരുടെ റിസ്ക് ഏത് രീതിയിലായിരിക്കും? കൂടുതലാണോ കുറവാണോ? ലോ റിസ്ക് ആണോ ഹൈ റിസ്ക് ആണോ? എല്ലാവരും തെറ്റിച്ചു. ലോ റിസ്ക് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആസ് പെർ എഗ്രിമെന്റ് നമുക്ക് അവരുടെ പേയ്മെന്റ് നടത്തണ്ട. ആസ് പെർ എഗ്രിമെന്റ് അല്ല,
ഇപ്പൊ നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചിട്ട് എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിലാണെന്ന് തോന്നുന്നു പഠിച്ചിട്ടുള്ള കാര്യമുണ്ട്. ടോപ്പിക് ഞാൻ മറന്നുപോയി. അതായത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈമിൽ കമ്പനിയുടെ ഡെപ്റ്റ് പേയ്മെന്റ് നടത്തുന്ന ഒരു ഓർഡർ ചെയ്തിട്ടുണ്ട്. ആദ്യം ഇറക്കിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഓർഡർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലിക്വിഡേഷനിൽ തന്നെ ഒരു ഓർഡർ പേയ്മെന്റ്, ഒരു ഓർഡർ ഓഫ് പേയ്മെന്റ് ഉണ്ട്. അതായത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നതാണെങ്കിൽ ആദ്യം മാർക്ക് കൊടുക്കണം, രണ്ടാം മാർക്ക് കൊടുക്കണം, മൂന്നാം ലിക്വിഡേറ്റ് പറയുന്നത്. അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് ഉള്ള ഒരാളാണ് പ്രിഫറൻസ് ഷെയർ, ഏറ്റവും ലാസ്റ്റ് ഉള്ള ആളാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡർ. അവർക്ക് എന്തില്ല, ഏറ്റവും കയ്യിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ മാത്രം വീട്ടിൽ കൊണ്ടുപോകാന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിസ്ക് എന്ന് പറയുന്നത് ലോവർ ആണ്, ലോ റിസ്ക് ആണ്. പറഞ്ഞു തരാം. അടുത്തതും കൂടെയും പറയാനകത്ത് അടുത്ത ഫണ്ടിനെ കുറിച്ചും കൂടെ പറയുന്നത് കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പൊ അവിടെ ലോ റിസ്ക്, ലോ റിസ്ക് ആണ്. ഓക്കെ, ദെൻ കോസ്റ്റ് എന്ന് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അവർക്ക് കിട്ടുന്ന ഡിവിഡൻഡ്. യെസ്, നമ്മൾ ആദ്യം പോലെ ഡിവിഡൻഡിന്റെ കാര്യമാണ് പറയുന്നത്. കോസ്റ്റ് എന്തായിരിക്കും? കോസ്റ്റ് കൂടുതലായിരിക്കും, കോസ്റ്റ് ആയിരിക്കും? ഒന്ന് ആൻസർ ചെയ്തേ. ഒരാളെ ഹൈ വന്നു എന്ന ലോക്കാരൊക്കെ തെറ്റിച്ചോ? ഹൈ കോസ്റ്റ് ആണ്, ഹൈ കോസ്റ്റ് ആണ്. റീസൺ പറഞ്ഞുതരാം. പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞപ്പോ, ഫോർ എക്സാമ്പിൾ പ്രിഫറൻസ് ഷെയർ എന്ന് അതിനകത്ത് റേറ്റ് പ്രിസ്ക്രൈബ്ഡ് ആണ്. നിങ്ങൾ പ്രിഫറൻസ് ഷെയറോ നിങ്ങളുടെ ഞാൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ 10% ഇൻട്രസ്റ്റ് ആണ് അതിനകത്ത് സ്പെസിഫൈഡ്, ഞാൻ അത് തന്നാൽ മതി. പക്ഷെ ഇതിനകത്ത് ഒരാള് ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫുൾ എമൗണ്ട് അയാളുടെ കയ്യിലേക്ക് പോകും ഫണ്ട് ഉള്ള സമയത്ത്. ഫണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്നേ ഉള്ളൂ. പക്ഷെ ഫണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ബാക്കിയുള്ളതെല്ലാം അയാൾക്ക് പോകും. കമ്പാരിറ്റീവ്ലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് എക്സ്പെൻസീവ്. അത് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഹയർ ആയിരിക്കും. കാരണം നോർമലി അതാണ് കാരണം, വേറെ ഒന്നല്ല. മറ്റതെല്ലാം ആണ് 10% തന്നാൽ മതി എന്ന് പറഞ്ഞാൽ 10 അല്ലെങ്കിൽ 5 മതി. എത്ര റേറ്റ് ആണോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതാണ് എന്ത്. നെക്സ്റ്റ് പറയുന്നത് കൺട്രോളിംഗ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് കൂടുന്നത് പ്രമാണിച്ച് നിങ്ങൾ എഴുതിക്കോളൂ, ഞാൻ പറയാം. ഡൈലൂഷൻ ഓഫ് കൺട്രോൾ ആയിരിക്കും. ഒരാളുടെ കയ്യിൽ മാത്രമായിട്ട് നിൽക്കില്ല, കൺട്രോളിംഗ് പവർ നിൽക്കില്ല, അത് ഡൈലൂട്ട് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ എഴുതിക്കോളൂ, ഡൈലൂഷൻ ഓഫ് കൺട്രോൾ, ഡൈലൂഷൻ ഓഫ് കൺട്രോൾ. ഇനി അത്ര കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വരാണ് ടൈപ്പ് ഓഫ് ഫണ്ടിൽ രണ്ടാമത്തെ ഫണ്ടാണ് ലോൺ ഫണ്ട്. ലോൺ ഫണ്ട്, ലോൺ ഫണ്ട് ഓർ ബോറോഡ് ഫണ്ട്. ഇതിന്റെ നേർ ഓപ്പോസിറ്റ് ആയിരിക്കും. റിസ്ക് എന്നത് ഹൈ റിസ്ക് ആണ്. അത് എഴുതിയിട്ടുള്ള റീപേയ്മെന്റ് ആസ് പെർ എഗ്രിമെന്റ്. റീപേയ്മെന്റ് ഷുഡ് ബി ആസ് പെർ എഗ്രിമെന്റ്. എഗ്രിമെന്റ് പ്രകാരം അവർക്ക് റീപേയ്മെന്റ് കൊടുക്കണം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അത് എല്ലാ വർഷവും നമുക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിലും കൊടുക്കണം. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആയിട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ റിസ്ക് എന്ന് പറയുന്നത് ഹൈ ആണ്. വൈൻഡ് അപ്പ് ടൈമിൽ മൊത്തം കൊടുക്കണം. ദെൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ടോട്ടലി ചീപ്പാണെന്ന് പറയില്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇത് കുറച്ച് കുറവാണ്. കാരണം കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണയാണ്. കമ്പാരിറ്റീവ്ലി കമ്പാരിറ്റീവ്ലി യെസ്. ദെൻ ബോറോഡ് ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? കൺട്രോളിംഗ് പവർ എന്തെങ്കിലും ഡൈലൂഷൻസ് ഇല്ല, ഒരു ഡൈലൂഷൻസും ഇല്ല. ദെൻ അവിടെ എഴുതിക്കോളുക, നോ ഡൈലൂഷൻ ഓഫ് കൺട്രോൾ. Of control. No dilution of control.
കിട്ടിയെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആണ് ഹെഡിങ് കൊടുത്തുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ. അതിന് താഴെ എഴുതിക്കോളുക. താഴത്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരു സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് ഒരു ആരോ മാർക്ക് കൊടുക്കുക. കൊടുത്തിട്ട് ഒരു ആരോ മാർക്ക്. ക്യാപിറ്റലൈസേഷൻ. ദെൻ അവിടെ നമുക്കൊരു കാര്യം വന്നു, മേക്കപ്പ്. ഓക്കെ, ക്യാപിറ്റലൈസേഷൻ എന്നൊരു വേർഡ് വന്നു. ഈ ക്യാപിറ്റലൈസേഷൻ എന്നുള്ള വേർഡ് നമ്മൾ എന്താ മീൻ ചെയ്യണം? അപ്പൊ താഴത്തെ എത്തിക്കൂടുക ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷൻ എഴുതുക, ഹൈഫനറ്റ് എഴുതിക്കൊള്ളുക. ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ raised through various sources. Total amount of capital raised through various sources. അപ്പോൾ ഇതാണ് ഈ രണ്ട് കാര്യങ്ങൾ. കാരണം ഈ രണ്ട് വാക്കുകൾ കാര്യങ്ങൾ ക്യാപിറ്റലൈസേഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചറും എന്ന് പറയുന്ന വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അന്ന് ചിലപ്പോ നമ്മളത് ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം എന്താണ് ഈ രണ്ട് വാക്കുകൾ കൊണ്ട് മീൻ ചെയ്യുക എന്നുള്ളത്. ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ എമൗണ്ട് എത്രമാത്രം, ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമ്മൾ എത്രമാത്രം എമൗണ്ട് കൊണ്ടുപിടിക്കണം. ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റേസ്ഡ് ത്രൂ വേരിയസ് സോഴ്സസ്. നമുക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്ന് എത്രമാത്രം എമൗണ്ട് ക്യാപിറ്റൽ ചെയ്യാനായിട്ട് പറ്റും, ചെയ്യാനായിട്ട് പറ്റും. റേസ് ചെയ്യുന്ന എമൗണ്ട് ഏതൊക്കെ രീതിയിൽ വേണം, ഏതൊക്കെ സോഴ്സിൽ നിന്ന് വേണം എന്നുള്ളതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറയാം. അപ്പോൾ താഴത്തു നിന്ന് മുകളിലേക്കാണ് ഉള്ളത്. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ പറയാം. ഒന്നല്ലെങ്കിൽ താഴെ എഴുതിക്കൊള്ളുക, താഴെ ഒന്ന് എഴുതുക. ഫോംസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഫോംസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. Forms of capital structure. ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ പറയാമോ? ആരെങ്കിലും ഒരാൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ. നാല് സ്ട്രക്ചേഴ്സേ ഉള്ളൂ. ഏതെങ്കിലും ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് പറയാൻ തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം. എനിവൺ? ഓക്കെ, പറഞ്ഞ ഞാൻ പറയാം. ഞാൻ പറയാം. ഇക്വിറ്റി ഷെയർസ് ഓൺലി. ഷെയർസ് ഓൺലി. സെക്കൻഡ് വൺ വേറെ എന്താകാം? ടൈപ്പ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് മൈക്കോണാകാൻ സംസാരിക്കാം. അടുത്ത ക്യാപിറ്റൽ സ്ട്രക്ചർ ഇക്വിറ്റി. രണ്ടാമത്തെ സ്ട്രക്ചർ ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ദെൻ മൂന്നാമത്തെ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് ഇക്വിറ്റി ആൻഡ് ഡിബെഞ്ചേഴ്സ്. നാലാമത്തെ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് ഈ പ്രിഫറൻസ് ഷെയർ ആൻഡ് ഡിബെഞ്ചേഴ്സ്. ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ 4 ക്യാപിറ്റൽ സ്ട്രക്ചറുകൾ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താന്ന് പറഞ്ഞു, മേക്കപ്പ് ഓഫ് ക്യാപിറ്റലൈസേഷൻ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. ഏതൊക്കെ സോഴ്സിൽ നിന്ന് എന്ത് ചെയ്യാം, കളക്ട് ചെയ്തെടുക്കാം. ആ ഡിഫറെന്റ് സോഴ്സസ് ആണ് നമുക്ക് താഴെ പറഞ്ഞത്. ഈ രീതിയിലായിരിക്കും. ഈ സോഴ്സിൽ നിന്ന് എനിക്ക് ഇപ്പോ ഈ നല്ല ക്യാപിറ്റൽ സ്ട്രക്ചർ ആകണമെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷണൽ ആയിട്ടുള്ള രീതിയിലാകണം. ഞാനിപ്പോ ആദ്യം കൺട്രോൾ ഒന്നും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് എന്താ ഇക്വിറ്റി മാത്രം മതി.
എന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇക്വിറ്റി ഇത് മാത്രമാണ്. ദെൻ എനിക്ക് കൺട്രോള് പോകാനും പാടില്ല. അതേപോലെ തന്നെ കുറച്ച് ഫണ്ടുകൾ വേറെ വെക്കണമെങ്കിൽ അതിനകത്ത് പ്രിഫറൻസ് ഷെയർകാർക്ക് അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ദെൻ ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പൊ ഇതിനെല്ലാം എത്ര മാത്രം കൊടുക്കണം? 10 ലക്ഷം രൂപ നമ്മളുണ്ടെങ്കിൽ അതിന്റെ ഇക്വിറ്റി ഷെയർ എത്ര, പ്രിഫറൻസ് ഡിസൈഡ് ചെയ്ത് നല്ല ഓർഗനൈസേഷന് ബെനിഫിഷ്യൽ ആയി ലോ കോസ്റ്റിന്, അതായത് പുറമെയുള്ള ആൾക്കാർക്ക് കുറച്ച് ഫണ്ട് പോകാൻ ഇപ്പോ നമ്മളിപ്പോ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വലിയ വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ എപ്പോഴും ലോണിന് എടുക്കുന്നു പറയും. 10 ലക്ഷം രൂപയുടെ ഒരു കാർ വലിയ ഫിനാൻഷ്യലി എന്ത് ചെയ്യും? 10 ലക്ഷം രൂപ അല്ലെങ്കിൽ ബിസിനസ്സുകാരെല്ലാം മിക്കവരും ചെയ്യുന്നത് അങ്ങനെയാണ്. അവർ എന്ത് ബിസിനസ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്താലും അവർ എന്ത് ചെയ്യാം? ലോണിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ബെനിഫിറ്റ്സ് കാര്യമുണ്ട്, ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ വേറെ. പക്ഷെ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 100 കോടി രൂപ ഒരുമിച്ച് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ലോസാണ്. ആ 1 കോടി രൂപ നമ്മൾ റീപേയ്മെന്റ് എല്ലാം നടത്തി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ 1.5 കോടി പക്ഷെ ആ 1 കോടി 10-20 വർഷത്തേക്ക് എന്റെ കയ്യിൽ തന്നെ ഇരിക്കണം. അവിടെ കുറവാണ്. മേ ബി കോസ്റ്റ് കൂടുതലായിരിക്കും, അത് ഞാൻ ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് കൊടുക്കാനായിരിക്കാം. പക്ഷെ എന്റെ കയ്യിൽ 1 കോടി രൂപ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഇപ്പൊ കറന്റ് ഓക്കെ. അപ്പൊ ഓർഗനൈസേഷൻ അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ താഴത്ത് അടുത്ത ഹെഡിങ് ഏറ്റവും ഇമ്പോർട്ടന്റ് കമ്പൽസറി ആയിട്ട് വയ്ക്കേണ്ട ഒരു കാര്യം, തിയറീസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ പലർക്കും വലിയ ഒരു എന്താ പറയാ ഒരു ബാലികേറാല പോലെ ഞാനും ഉൾപ്പെടെ ഒരു കാലത്ത് നോക്കിക്കൊണ്ടിരുന്ന കാര്യമായിരുന്നു ഈ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതിനകത്ത് നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ എന്താണെന്ന് വെച്ചാൽ അതിന് പ്രോബ്ലംസ് ഒന്നും ചോദിക്കലില്ല. PSC ചോദിക്കാറുണ്ട്, നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അധികം വരാറില്ല. പക്ഷെ വളരെ സിമ്പിൾ ആയ ടോപ്പിക്കാണ്, നമ്മൾ വായിക്കണം, കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കി അത് വായിക്കും. ഫസ്റ്റ് തിയറീസ് ആണ് തിയറീസ് ഓഫ് ക്യാപിറ്റൽ. ഡിവിഡന്റിന്റെ തിയറീസ് ഉണ്ട്, അതേപോലെ തന്നെ പല തിയറീസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. ഫസ്റ്റ് തിയറി എഴുതിക്കൂട, കോസ്റ്റ് തിയറി. കോസ്റ്റ് തിയറി ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഈ തിയറീസ് ഡെവലപ്പ് ചെയ്തിരിക്കും. നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ സ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ് എന്തെല്ലാം ഈ തിയറീസ് വന്നിരിക്കുന്നത്. സ്ട്രക്ചറിൽ 2 കാര്യങ്ങളാണ് വരുന്നത്. ഡെപ്റ്റ് ഇക്വിറ്റി മിക്സുകളാണ്, അതായത് സ്വന്തം ആശയത്തിൽ നമ്മൾ ഫണ്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് എന്ത് പറയുക ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇതിന്റെ കോമ്പിനേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറയുക. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ എഴുതിയിട്ട് അതിന്റെ സൈഡിൽ ഒരു കാര്യം എഴുതി വെച്ചോളാം, ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. ഇതിനെ കുറിച്ച് ഈ തിയറത്തിൽ എന്ത് കാര്യം ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. അതേപോലെ തന്നെ വേറെ കാര്യമാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതുപോലെ നിങ്ങൾ സൈഡിൽ എഴുതി വെച്ചാൽ മതി, ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്, cost of capital, value of the firm, value of the firm. എന്നിട്ടൊന്ന് ബ്രാക്കറ്റിലിട്ടിട്ട് മെയിൻലി കൺസിഡർ ഒന്ന് എഴുതി വെച്ചേക്കുക. കാരണം ഇതിനെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ മൈൻഡിൽ ഈ കാര്യം കൂടുതലായിട്ട് എൻജോയ് മതി. നെറ്റ് ഇൻകം തിയറി, തിയറീസ് ഓഫ് ക്യാപിറ്റൽസ്. നിങ്ങൾ എഴുതിയ ഹെഡിങ്
Theories of capital structure. Yeah. Theories of capital structure ചെയ്തത്. Okay. Theories of capital structure. First theory ആണ് net income theory. Net operating income theory. Next one, traditional theory. And fourth one, Modigliani and Miller theory. MF theory. ഇത് പറയുമ്പോൾ പുറത്തു വയ്ക്കാൻ ഏറ്റവും എളുപ്പത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. നെറ്റ് ഇൻകം തിയറിയുടെ കൂടെ നേരെ റിലവന്റ് തിയറി, അടുത്തത് തിയറി. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി പറയുന്നതാണ് ഇറലവന്റ് തിയറി. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നതാണ് ട്രഡീഷണൽ തിയറിയാണ് റിലവന്റ് തിയറി. ദെൻ അടുത്തത് പറയുന്നതാണ് ഇറലവന്റ് തിയറി. ഇതിന് നമ്മൾ ഒരു കാര്യം പഠിച്ചു, ഏതൊക്കെ റിലവന്റ് തിയറീസ് എന്നും ഏതൊക്കെ ഇറലവന്റ് തിയറീസ് എന്നും പറയുന്നു. ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഇതും ടെക്സ്റ്റുകളെല്ലാം പറയുന്ന ഈ ഒരു ഓർഡറിലാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം ആ ഒരു കാര്യം നമുക്ക് ഓർമ്മയിൽ വയ്ക്കാം. അവൻ ഇറലവന്റ് എന്നുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ഓർമ്മ. തിയറീസ് ഇറലവന്റ് തിയറീസുമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്തിന്റെ ബേസിലാണ് ഇതൊക്കെ റിലവന്റും ഇറലവന്റും ആയിട്ടുള്ള ഫസ്റ്റ് അഞ്ച് താഴെ ഹെഡിങ് ആയിട്ട് കൊടുത്തു നെറ്റ് ഇൻകം തിയറി. നെറ്റ് ഇൻകം തിയറി net income theory. Sorry. ഈ തിയറി ഡെവലപ്പ് ചെയ്തത് ഒരു ഹൈനോട്ട് എഴുതിക്കൊള്ളുക. They do not. Just to high arrow mark. David do not. ഇത്ര മതി. Then ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതുക. ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതുക. Fixed cost of equity theory. Fixed cost of equity theory. KE എന്ന് ഡിനോട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ് എന്ത് പറയാം, KE എന്ന് പറയുന്നത് കൊണ്ട് മീൻ ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തിയറി. അത്ര ഇട്ടിട്ട് ഇനി നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എഴുതാനുണ്ട്. അതിന് മുമ്പ് കാര്യങ്ങൾ നമുക്ക് പറയാം എന്താണ് ഈ തിയറി മീൻ ചെയ്യുന്നത്. ആദ്യം തന്നെ പറഞ്ഞു അപ്പൊ റിലവന്റ് തിയറിയിൽ പറയുന്ന ഒരു കാര്യം ഓർഗനൈസേഷന്റെ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഓർഗനൈസേഷന് ഡെപ്റ്റ് യൂസ് ചെയ്യണോ ഇക്വിറ്റി യൂസ് ചെയ്യണോ അത് കോമ്പിനേഷൻ ചെയ്യണോ എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് പറയുന്നത് നെറ്റ് ഇൻകം തിയറിയിൽ പറയുന്നത് ഓർഗനൈസേഷന്റെ ഡെപ്റ്റ് യൂസ് ചെയ്യാം. അങ്ങനെ ഓർഗനൈസേഷന്റെ ഡെപ്റ്റ് യൂസ് ചെയ്ത് കമ്പനിയുടെ ഓവറോൾ കോസ്റ്റ് കുറയ്ക്കാം. കമ്പനിക്ക് പല ബെനിഫിറ്റ് നേടാം. എന്താണ് ഡെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒക്കെയാണെന്ന് പറഞ്ഞാൽ ഓവറോൾ ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന ബെനിഫിറ്റ്സ്. ദെൻ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡർ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും എന്ന് പറഞ്ഞു. ദെൻ ബോറോഡ് ഫണ്ട് ഉണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ലോ ആയെന്ന് പറഞ്ഞു. പറഞ്ഞത് വേറൊന്നുമല്ല, എത്ര പെർസെന്റേജ് ആണെങ്കിലും ആ പെർസെന്റേജ് മാത്രമേ നമ്മൾ പേയ്മെന്റ് നടത്തിയാൽ മതി. തിയറിയിൽ പറയുന്നത് കമ്പനിക്ക് എന്തോരം വേണമെങ്കിലും കമ്പനിയുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും, അങ്ങനെ വാല്യൂ കൂടും. കമ്പനിയിലേക്കുള്ള ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും എന്നാണ് ഈ തിയറി പറയുന്നത്. ഡെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. എല്ലാ തിയറീസിലും പറയുന്നത് ഡെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ബെനിഫിറ്റ് ഇല്ല. ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറയുന്നതാണ് റിലവന്റ് തിയറീസിൽ പറയുന്നത്. ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഇതുകൊണ്ട് നെറ്റ് ഇൻകം തിയറിയും
ട്രഡീഷണൽ തിയറിയുമാണ് എന്ത് പറയുന്നത്, ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയുന്നത്, റിലവന്റ് തിയറീസ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഒരു കാര്യം ഡെപ്റ്റ് യൂസ് ചെയ്യുന്നത് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയുന്ന രണ്ട് തിയറിയാണ് നെറ്റ് ഇൻകം തിയറിയും അതുപോലെ തന്നെ ട്രഡീഷണൽ തിയറി. ഫിക്സഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തിയറി, ഈ തിയറിനെ ഇട്ട് താഴ്ത്തു ഹൈഫൺ ഇട്ടിട്ട് എഴുതുക, വാല്യൂ വിൽ ഇൻക്രീസ്. ഇത്ര മതി, വീട്ടിട്ട് മുകളിലേക്ക് ഒരു ആരോ മാർക്ക് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഷോർട്ട് നോട്ടുകളിൽ പെടുന്ന, വീടുക, മാർക്ക് കൊടുക്കുക, താഴത്തേക്കാണെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ദെൻ ഒരു ഹൈഫൺ ഇട്ടിട്ട് KO will decrease. KO അതായത് കോസ്റ്റ് ഓഫ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതാട്ടോ KO, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. KO decrease. ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതാം, by the use of increase the portion of debt. Increase the portion of debt. Increase the portion of debt. ഇപ്പൊ നമുക്കൊന്ന് റിവേഴ്സ് വായിച്ചു പോവാം. അതായത് കമ്പനി എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കണം, എന്നിട്ട് നോക്കുക, കമ്പനിയുടെ ക്യാപിറ്റൽ ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും, കമ്പനിയുടെ വാല്യൂ കൂടും. ഇതാണ് എന്താ പറയുന്നത്, നെറ്റ് ഇൻകം തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഡെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ഉണ്ടാകും. ഓക്കെ, ഈ തിയറി മനസ്സിലായെന്ന് വിചാരിക്കണം. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ തിയറിയാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി ഇറലവന്റ് തിയറിയാണ്, നമ്മൾ ആദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഡെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൊണ്ട് കമ്പനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനിയുടെ വാല്യൂവില് എന്ന് പറയുന്നതാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ പറയുന്നത്. ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതിക്കോ, ചേഞ്ച് ഇൻ ലിവറേജ്. Change in leverage will not make any change in the total value of the firm. Total value of the firm. താഴെ ഒരു ബുള്ളറ്റ് മാർക്കറ്റ് എഴുതുക, മാർക്കറ്റ് വാല്യൂ ആൻഡ് ക്യാപിറ്റൽ, KO എന്ന് എഴുതിയാൽ മതി, കാരണം അതാണ് ഫെമിലിയർ ആകേണ്ടത്. KO ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആർ ഇൻഡിപെൻഡന്റ് ഫാക്ടേഴ്സ്. ഈ തിയറിയിൽ പറയുന്നത് എന്തോ ചേഞ്ച് ഡെപ്റ്റ് യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും കമ്പനിയിലെ വാല്യൂവിന് യാതൊരു ചേഞ്ച് വരുന്നില്ല. പിന്നെ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, ഇൻവെസ്റ്റേഴ്സ് നാഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്, അപ്പോൾ ഇതിനെ കുറിച്ച് സ്റ്റഡി നടത്തിയിട്ടേ എന്ത് ചെയ്യുള്ളൂ, ഇൻവെസ്റ്റ്മെന്റ് നടത്തുള്ളൂ. കമ്പനിയുടെ വാല്യൂ കൂടുന്നത് അങ്ങനെയാണ്, ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റഡീസും കാര്യങ്ങളും നടത്തിയിട്ടാണ് എന്ത് ചെയ്യുള്ളൂ, ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളെല്ലാം നടത്തുള്ളൂ. അപ്പോൾ കമ്പനിയിൽ വാല്യൂവിന് ചേഞ്ച്, ഡെപ്റ്റ് യൂസ് ചെയ്തത് കൊണ്ട് കമ്പനിയുടെ വാല്യൂവിന് ചേഞ്ച് വരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തത് എഴുതുക, ട്രഡീഷണൽ തിയറി. അതായത് നെറ്റ് ഇൻകം തിയറിയുടെ ആദ്യത്തെ തിയറി ഒരു എക്സ്റ്റൻഷൻ ആണ് ട്രഡീഷണൽ തിയറിയിൽ പറയുന്നത്. ഈ ട്രഡീഷണൽ തിയറിയിലും പറയുന്നത്, അതായത് ആദ്യം പറഞ്ഞു ഡെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പനിയുടെ വാല്യൂവിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്ത് നല്ലതാണ് എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു ലിമിറ്റേഷൻ കൊണ്ടുവന്നു, അതായത് അത് സം എക്സ്റ്റെൻഡ്, ഒരു എക്സ്റ്റെൻഡ് വലിയ പാടുള്ളൂ, അടമാനായിട്ട് പാടുള്ളൂ. നമ്മളെ കൈവിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഡെപ്റ്റിനെ ഡിപ്പെൻഡ്, അത് കമ്പനിയിലെ അഡ്വേഴ്സറി എഫക്ട് പറയുന്നത്. എഴുതിക്കോള, ഒരു ഹൈഫൺ ഇട്ട് എഴുതിക്കോള, increase in debt
will help to increase the wealth. And any increase in that beyond the limit will lead to decrease the value of the firm. Whatever extent of ഡെപ്റ്റ് യൂസ് ചെയ്യുക ആ ഒരു എക്സ്റ്റെന്റ് വിട്ട് ഡെപ്റ്റിനെ ഡിപെൻഡ് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നതാണ് എം തിയറി. ഇർലൻഡ് തിയറീസ് ആണ് പറയുന്നത്. ഹൈഫൻ ഇട്ടിട്ട് എഴുതിക്കോളൂ. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഹൈഫൻ ഇട്ടിട്ട് എഴുതിക്കോളൂ. Absence of corporate tax. Tackle either in 1985. താഴത്തൊരു സൈഡ് ഒരു തൊട്ട് താഴത്തെ ചെയ്ത ആർബിട്രേജ് പ്രോസസ്. ഓക്കെ, അതിനെ താഴത്തെ ചെയ്ത വിത്ത് ടാക്സ്. 1966. അതായത് മോഡി ഗിലാനി ആൻഡ് മില്ലർ എന്ന് പറയുന്ന രണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്ത തിയറീസ് ആണ് തിയറി എന്ന് പറയുന്നത്. ഈ തിയറിയിൽ ഇർലവൻ തിയറി ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ടുള്ള കാരണം ഇതിനകത്ത് നമുക്ക് എല്ലാ തിയറീസിനും ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. അതിന്റെ ഇൻട്രസ്റ്റിന്റെ കാര്യങ്ങളുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളെല്ലാം പേയ്മെന്റ് നടത്തി തീരുന്നവരെ നമുക്ക് ടാക്സ് ഒരു കൺസെഷൻ ഉണ്ട്. അത് എല്ലാ തിയറീസിനും ഡെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണത്. തിയറിയിൽ പറയുന്ന ഫസ്റ്റത്തെ കാര്യം പറഞ്ഞതാണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സ്. അവർ അതിനകത്ത് ഈ തിയറി പറയുന്ന 1958 ഈ തിയറി ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ അവർ ടാക്സിനെ കുറിച്ച് ബോധ ആയിരുന്നില്ല. ഒരു ഷെയറിനെ ഒരു ഓർഗനൈസേഷൻ ഡെപ്റ്റ് യൂസ് ചെയ്ത് എന്താണെന്നുണ്ടെങ്കിലും അത് ഓർഗനൈസേഷനെ വാല്യൂ അഫക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതിനവർ പറഞ്ഞ കാരണമാണ് ഈ ആർബിട്രേജ് പ്രോസസ് എന്ന് പറയുന്നത്. നമ്മൾ ആർബിട്രേജ് പ്രോസസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു ലോ വാല്യൂ ഉള്ള ഷെയർ, രണ്ട് ഷെയർസിന്റെ വാല്യൂ ഉണ്ട്. ഒരു ഷെയറിന് ലോ വാല്യൂ, ഒരു ഷെയർ ഹൈ വാല്യൂ ഉണ്ട്. ഓക്കെ, എപ്പോഴും ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ നടത്തുന്ന അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എപ്പോഴും വാങ്ങിക്കുന്നത് ലോ വാല്യൂവിലുള്ള ഒരു ഷെയർ ആയിരിക്കും. ആ ഷെയർ വാങ്ങിച്ച് അത് പിന്നീട് അതൊരു ഹൈ പ്രൈസ് എത്തുമ്പോഴായിരിക്കും അത് വിൽക്കുക. ഈ ഒരു പ്രൈസ് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ, ഹൈ പ്രൈസിൽ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അതിനൊരു ഓട്ടോമാറ്റിക്കലി ആ ഷെയറിന്റെ വാല്യൂ തിരിച്ചു കുറഞ്ഞു വരും. എന്തായാലും അവിടെ ഒരു ഇൻവേഴ്സ് ആക്ടിവിറ്റി നടക്കും. ലോ വാല്യൂ ഉള്ള ഷെയർ ഹൈ ലെവലിലേക്കും ഹൈ വാല്യൂ ഉള്ള ഷെയർ ലോ വാല്യൂവിലേക്കും വരും. ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇത് രണ്ടും ഇക്വലെത്തും. ഈ രണ്ട് ഷെയർസ് ഒരേ വാല്യൂവിലെത്തും. ഇതിനെയാണ് ആർബിട്രേജ് പ്രോസസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ ലോ വാല്യൂ ഉള്ള ഷെയർസ് കൂടുതലായിട്ട് സെയിൽ നടന്ന് അതിന്റെ വാല്യൂ കൂട്ടി. കാരണം ആ ഷെയറിന് വില കുറവാണ്, നമ്മളത് വാങ്ങിച്ചു. ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഷെയറിന്റെ വാല്യൂവിന് എന്ത് ചെയ്തു കൂടുന്നതായിട്ട് കണ്ട് വില കൂടുന്നതായിട്ട് നമ്മൾ ഡിസൈഡ് തന്നെ സെയിൽ ചെയ്തേക്കാം എന്ന് ഡിസൈഡ് ചെയ്തു. അങ്ങനെ അതേപോലെ തന്നെയാണ് ഹൈ പ്രൈസിൽ ഇരിക്കുന്ന ഒരു ഷെയർ, ഈ ഷെയർ ആരും വാങ്ങിക്കുന്നില്ല, എങ്ങനെയെങ്കിലും നമുക്കൊന്ന് കിട്ടാൻ മതി എന്നുള്ള രീതിയിലേക്ക് വരുന്ന നേരത്ത് ചിലപ്പോൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ വാങ്ങിച്ചതിന്റെ അല്ല, ഇപ്പോൾ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഹൈ പ്രൈസ് ആണ്. അപ്പൊ അതിലും കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ അത് സെയിൽ ചെയ്യും. ഒരു ആക്ടിവിറ്റി മാത്രമായിരിക്കും. ആൻഡ് ഒരു ഷെയറിൽ ഈ രണ്ട് ഷെയറിന്റെ വാല്യൂ ഈക്വൽ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈക്വലാകും. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയാണ് ആർബിട്രേജ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ മാർക്കറ്റിലെ ഈ ഫ്ലക്ച്വേഷൻസ് ആണ് ഒരു ഷെയറിന്റെ ഒരു ഓർഗനൈസേഷന്റെ വാല്യൂവിനെ അഫക്ട് ചെയ്യുന്നത്. അല്ലാതെ ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ടോ
ഡെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ, ഇക്വിറ്റി യൂസ് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടൊന്നല്ല, ഷെയർ ഹോൾഡേഴ്സിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഓർഗനൈസേഷന്റെ വാല്യൂവിനെ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് അവിടെ അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് എന്ന് പറയുന്ന കാര്യത്തെ യൂസ് ചെയ്തില്ല. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്കുള്ള ടാക്സ് ബെനിഫിറ്റ്സിന് കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. ദെൻ അതിനുശേഷമാണ് ഏതാണ് 1966 അവർ ടാക്സിനെ കൺസിഡർ ചെയ്തപ്പോൾ അവർ എന്താണ് ഡെപ്റ്റ് യൂസ് ചെയ്യുന്നത് പരിധി വരെ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നത് യൂസ്ഫുൾ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്തു. ഇതാണ് 4 തിയറീസ്. ഇത് 4 തിയറീസിന് ആർഗ്യുമെന്റ് ഇൻ ഫേവർ ആൻഡ് അഗെയിൻസ്റ്റ് പോലെ കുറച്ച് കാര്യങ്ങൾ വായിക്കണം. ഓക്കെ, അത് ആയിട്ടുള്ള ഷോർട്ട് നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യും. അപ്പോ തിയറീസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ, സ്ട്രക്ചർ, അതിൽ ഏതെങ്കിലും പോയിന്റ് ഇനിയും പറയേണ്ടതായിട്ടുണ്ടോ? നെറ്റ് ഇൻകം തിയറി, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി, ട്രേഡിഷണൽ തിയറി ആൻഡ് MM തിയറി. ഈ 3-4 തിയറീസിനെ കുറിച്ച് പറഞ്ഞു. റിലവൻ എല്ലാത്തിലും പറയുന്നത് യൂസ് ഓഫ് ഡെപ്റ്റ് ആണ്. ഇത് തിയറിയിൽ പറഞ്ഞു ഡെപ്റ്റ് യൂസ് ചെയ്യാം, ഡെപ്റ്റ് യൂസ് ചെയ്തോന്നാ പറഞ്ഞത്. രണ്ടാമത്തെ തിയറിയിൽ പറഞ്ഞു ഡെപ്റ്റ് ചെയ്യുന്നില്ല, ഓർഗനൈസേഷന്റെ വാല്യൂ എന്ന് പറയുന്ന കാര്യം ഡെപ്റ്റ് ചെയ്യുന്നില്ല. തേർഡിൽ പറയുന്നു നമ്മൾ ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന എക്സ്റ്റെന്റ് വരെ, അതിൽ നമ്മൾ ഡെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ വാല്യൂ എഫക്ട് ചെയ്യും. MM തിയറി പറഞ്ഞു ഇതൊന്നുമില്ല, ഓർഗനൈസേഷന്റെ വാല്യൂ എഫക്ട് ചെയ്യുന്നത് ആർബിട്രറി പ്രോസസ് ആണ് ഓർഗനൈസേഷന്റെ വാല്യൂ എഫക്ട് ചെയ്തത്. ദെൻ അവരുടെ തിയറി രണ്ടാമത് റിവൈസ് ചെയ്തു. ടാക്സിനെ കൺസിഡർ ചെയ്തിട്ട് ഡെപ്റ്റ് യൂസ് ചെയ്യുന്നത് ഓർഗനൈസേഷന്റെ ബെനിഫിറ്റ്, അങ്ങനെ ഓർഗനൈസേഷന്റെ വാല്യൂ കൂട്ടാം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കൂടുതലായിട്ട് വേണമെന്തെങ്കിലും ചോദിക്കാം. അതേപോലെ കാര്യം പറയാണ്, നിങ്ങൾ കൂടുതൽ വായിക്കണം. വായിച്ചാൽ മാത്രമാണ്, ഇതൊരു ഔട്ട്ലൈൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, വെച്ച് വായിച്ചാലാണ് കൂടുതലായിട്ട് കാര്യങ്ങൾ കിട്ടും. അപ്പൊ ടോപ്പിക്കിലേക്ക് പോട്ടെ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഹെഡിങ് കൊടുക്കുക ക്യാപിറ്റലൈസേഷൻ, തിയറീസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. നമ്മൾ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് ഇപ്പൊ നെക്സ്റ്റ് വൺ പറയുന്നത്. തിയറീസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ, തിയറീസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. തിയറിയാണ് പറയുന്നത് കോസ്റ്റ് തിയറി. കോസ്റ്റ് തിയറി കോസ്റ്റ് തിയറിയിൽ നിങ്ങൾ എത്തിക്കൊള്ളുക. എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ മച്ച് ഈക്വൽ ടു ദ total of equate asset. അതായത് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന കാര്യം, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അത് എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യം ചെയ്താൽ മതി, അത് കോൺട്രിബ്യൂഷൻസ് നമ്മൾ നടത്തിയാൽ മതി. അതാണ് കോസ്റ്റ് തിയറി പറയുന്നത്. ഒരു കാര്യം കൂടെ എഴുതിക്കോട്ടെ, ഫോർ സ്യൂട്ടബിൾ ടു ദ ന്യൂ ഓർഗനൈസേഷൻസ്, ന്യൂലി സ്റ്റാർട്ടഡ് ഓർഗനൈസേഷൻ, suitable to newly started organizations. Newly started organization. Then second one is the earning theory. Earning theory. Earning theory. Related to earning of the firm, related to the expected earning of the firm.
റിലേറ്റഡ് തിയറീസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ പറയുന്നത് പറയുന്നു നമുക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് മാത്രം ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ആവശ്യമായിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആകാനുള്ള അസറ്റുകൾ മാത്രം നമുക്ക് നമ്മുടെ മതി. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് 8 ലക്ഷം രൂപയുടെ അസറ്റുകൾ 15 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന കാര്യമില്ല. അതേപോലെ തന്നെ 8 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് 2 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് നേടാനും നോക്കിയിട്ട് കാര്യമില്ല. പറയുന്നത് എന്താണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം നമുക്ക് നടത്തേണ്ടത്. ആ എക്സ്പെക്ടേഷൻ വെച്ചിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം നമ്മൾ നടത്തുന്നത്. ഓരോ സോഴ്സസ് പറയുമ്പോഴും അതിനെ സാറ്റിസ്ഫൈ ചെയ്യാതെ നമുക്ക് ഹൈ കോസ്റ്റിലുള്ള സോഴ്സസ് കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫ്യൂച്ചർ ഏണിനെ ബാധിക്കും. നമുക്ക് ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ട്, പക്ഷെ എന്തില്ല, നമുക്ക് റവന്യൂ ഉണ്ട്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് റവന്യൂ ഉണ്ട്. ആ റവന്യൂ അനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അത് ചിലപ്പോൾ മേ ബി ഇതേപോലെയുള്ള ക്യാപിറ്റൽ ലോങ് ടേം സോഴ്സസിൽ അല്ലെങ്കിൽ ലോങ് ടേം ഡെപ്റ്റിൽ കൂടുതലായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന പൈസ ആ വഴി ചിലവായി പോകുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതാണ് ഏണിങ്സ് എക്സ്പെക്ടഡ്. അങ്ങനെ നമ്മുടെ ഏണിങ്സ് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ക്യാപിറ്റൽ ആയിരിക്കും നമ്മൾ ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് എഴുതിക്കോളൂ. Principles of capital structure. Principles of capital structure. Principles of capital structure. Cost principle. Cost principle. ഒരു ഹൈഫൻ എഴുതിക്കോളൂ. Minimize the cost of capital and maximize the EPS, earnings per share. Minimize the cost of capital and maximize the EPS. Next, risk principle. Risk principle. Risk principle. അവിടെ ഒരു കാര്യം എഴുതിക്കോളൂ. More equity. More equity. More equity. ഓക്കെ. അപ്പോ ഇതിനകത്ത് പറയുന്നത് രണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറികളാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി അല്ല, പ്രിൻസിപ്പിൾസ് ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ഓരോ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്തെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യം നമുക്ക് കൂടുതലായിട്ട് കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് തിയറി പ്രിൻസിപ്പിൾ പറയുന്നത് ചെലവ് കുറവായിരിക്കണം, പക്ഷെ നമുക്ക് കൂടുതൽ ഇൻകം വേണം ഷെയർ ഹോൾഡർക്ക്. അതാണ് EPS പറഞ്ഞത്, ഏണിംഗ് പെർ ഷെയർ. ഒരു ഷെയറിനുള്ള എന്തുണ്ടാവണം, ഏണിംഗ് കൂടുതലായിരിക്കണം. പക്ഷെ നമ്മൾ എന്ന് പറയുന്നത്, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് ബെനിഫിറ്റ്സ് കൂടുതലായിരിക്കണം. ലോങ് ടേം ലോൺസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴും ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ്സ് കൂടുതലായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് പറയുന്ന കാര്യമാണ് ഫസ്റ്റിനെ പറയുന്നത്, അതായത് ഏണിംഗ് പെർ ഷെയർ കൂടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ ആയിരിക്കണം കൂടുതലായിട്ട് വേണ്ടത്. ദെൻ ഇവിടെ പറയുന്നത് വേറൊന്നുമല്ല, ഇവര് പറയുന്നത് കൂടുതലായിട്ട് സ്ട്രക്ചർ ആയിരിക്കണം ഫോം ചെയ്യാനായിട്ട് നോക്കേണ്ടത്. കൂടുതൽ ഇക്വിറ്റിനെ ആയിരിക്കാം. ജസ്റ്റ് പോയിന്റ് മാത്രമാണ്, എക്സ്പ്ലനേഷൻ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ്. Point of indifference equal to level of level of EBIT, earning before interest tax. Level of EBIT equal to earning before tax ഉം earning per share ഈക്വൽ ആകുന്ന ഒരു പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് എന്ന് പറയാ. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ. താഴേക്കുള്ള ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ.
ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇതൊക്കെ ജസ്റ്റ് പോയിന്റ് മാത്രമാണ് കേട്ടോ. ഹൈഫൺ ഇട്ട് best combination of debt and equity. Best combination of debt and equity. Hyphen ഇട്ടിട്ട് ചെയ്ത more return, low risk. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതാണ്. എന്താണ് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. ആ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്താ പറയാം, റിസ്ക്, നമുക്ക് ലോസ്, ചാൻസസ് ഓഫ് ലോസ് കുറവായിരിക്കണം. ഈ കാര്യങ്ങളാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറഞ്ഞത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായുള്ളൂ. ഈ പറഞ്ഞ പോയിന്റുകളിൽ എന്തെങ്കിലും, ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞു, അപ്രോച്ചിനെ കുറിച്ച് പറഞ്ഞു, ഡിസിഷൻസിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, അതിനുശേഷം റിസ്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു, ദെൻ ഡിസ്കസ് ചെയ്ത് വന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു, എന്താണ് ക്യാപിറ്റലൈസേഷൻ എന്നുള്ളതിനെ കുറിച്ച് ക്യാപിറ്റൽ സ്ട്രക്ചർ പറഞ്ഞു. 4 തിയറിയാണുള്ളത്. തിയറീസ് എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു തിയറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകാറുണ്ട്. തിയറീസ് നല്ലപോലെ വായിക്കുക. നെക്സ്റ്റ് വൺ പറഞ്ഞതാണ് തിയറീസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. പറഞ്ഞ 2 തിയറിയാണ്, കോസ്റ്റ് തിയറി, എയിം തിയറി. ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രിൻസിപ്പിൾസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് പറഞ്ഞത്. കോസ്റ്റ് പ്രിൻസിപ്പിളും റിസ്ക് പ്രിൻസിപ്പിളും നമ്മൾ പറഞ്ഞു. ദെൻ ജസ്റ്റ് 2-3 പോയിന്റ് അല്ലാതെ ജനറലി പറയുന്നത് വാട്ട് ഈസ് കൈൻഡ് ഓഫ് ഇൻഫറൻസ് എന്ന് ചോദിക്കാം. EPS-ഉം EBIT-യും EPS-ഉം ഈക്വൽ ആണ് പോയിന്റ്, ജസ്റ്റ് ലൈക്ക് ഇക്വലന്റ് പോയിന്റ്സ് ആണ് എന്ന് പറയാം എന്ന് പറയാം. ആൻഡ് ഫൈനലി പറഞ്ഞതാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. നമുക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഉള്ള ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിനെയാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തതിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഒന്നും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ക്ലിയർ ആണോ പറയുന്ന കാര്യങ്ങളെല്ലാം? ഡിവിഡൻഡ്, ഏത് ഡിവിഡൻഡ് കുറിച്ച് പറയാം? ഡിവിഡൻഡ് തിയറി ആണോ നമ്മൾ? അതാണ് ഉദ്ദേശിച്ചത്. അതിനകത്ത് ഡിസിഷനെ കുറിച്ച്, അതായത് ഫിനാൻസ് ഡിസിഷനിൽ ഒരു ഓർഗനൈസേഷൻ ഡിസിഷൻ എടുക്കേണ്ട 3 കാര്യങ്ങളാണ്. ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളെ കുറിച്ച് ഡിസിഷൻ എടുക്കും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയാണെന്ന് തീരുമാനിച്ചു. അതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ആ പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് തരുമ്പോൾ, ഡിവിഡൻഡ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രം എമൗണ്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഡിവിഡൻഡ് പോളിസി ലിബറൽ ആയിട്ട് കൊടുക്കാം. ഡിവിഡൻഡ് ഭയങ്കരമായിട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റ് മൊത്തം ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷെ ചില സമയത്ത് എന്താണ്, കൺസർവേറ്റീവ് ഡിവിഡൻഡ് പോളിസീസും നമുക്ക് എന്ത് ചെയ്യാം, ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഏത് രീതിയിൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കണം? മുഴുവനായിട്ട് ഡിവിഡൻഡ്, കയ്യിലുള്ള പ്രോഫിറ്റ് 100% നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ കാര്യം ഒന്നുമില്ല. ഓക്കെ, പ്രോഫിറ്റ് ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നതുകൊണ്ട് മേ ബി ഇനി പ്രോഫിറ്റ് കിട്ടുമായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു കണ്ടിജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് ഫേസ് ചെയ്യാൻ നമ്മുടെ വേറെ പൈസ ഇല്ല. ദെൻ അത് ലിബറൽ ആയതുകൊണ്ട്. ദെൻ കൺസർവേറ്റീവ് പോളിസീസ് ആയി ആകുന്ന നേരത്ത് ഇപ്പൊ കയ്യിൽ 100 രൂപ നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് കിട്ടുന്നെങ്കിൽ കമ്പനി പറയണ 80 രൂപ എന്റെ കയ്യിലിരിക്കും, ബാക്കി 20 രൂപ മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ. കാരണം എന്റെ കയ്യിൽ പൈസ ഇരുന്ന, ഓർഗനൈസേഷന്റെ കയ്യിൽ പൈസ ഇരുന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഓർഗനൈസേഷൻ ഫ്യൂച്ചർ ആണെങ്കിൽ എന്തെങ്കിലും എമർജൻസി കണ്ടിജൻസീസ് വന്നു കഴിഞ്ഞാൽ എന്ത്
അപ്പൊ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഏത് ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. കൺസർവേറ്റീവ് ആവണോ, ലിബറൽ ആകണോ, ഏത് ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ് അഡോപ്റ്റ് ചെയ്യണം, എത്രമാത്രം, അതല്ലെങ്കിൽ എത്രമാത്രം ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, അതുപോലെ തന്നെ എത്ര ആ ഡിവിഡൻഡ് അല്ലെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റിൽ എത്രമാത്രം കയ്യിൽ പിടിച്ച് എത്രമാത്രം കൊടുക്കണം. പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്,